എല്ലാവരും? ഓക്കെ, അപ്പോൾ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ children, പ്ലീസ് ഓൾ ഓഫ് യു ടേക്ക് യുവർ ഹിന്ദി ടെക്സ്റ്റ്. നമുക്ക് ഈ ഒരു ലെസൺ കൂടെ പഠിക്കണം. ലാസ്റ്റ് ഈ ഒരു ലെസൺ കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ. സത്യക പദ, സത്യത്തിൻ്റെ മാർഗം. സത്യക പദ 101. ഏക് ലഡ്കാ ഥാ, ഉസ്കാ നാം വിദ്യാധർ ഥാ. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, അവൻ്റെ പേരാകുന്നു വിദ്യാധർ. വഹ് മദ്രാസ് ചെന്നൈ കെ പോർട്ട് में काम करता था. ചെന്നൈയിലെ പോർട്ടസ്റ്റിലാണ് ജോലി ചെയ്തിരുന്നത്. ഉസേ ബച്പൻ സേ ഹി ചോരി കർണയ്ക്ക് ആദത്തി. അവന് ചെറുതിലേ തന്നെ മോഷണ ജോലിയാണ് കൂടുതലായിട്ട് ഇഷ്ടമായിരുന്നത്. വിദ്യാധർ കെ പാസ്, വിദ്യാധറിൻ്റെ അടുത്ത് ഏക് കുത്താത, ഒരു പട്ടിയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജോ ഉസ്കെ സാത്ത് സാത്ത് ഹർ ജഗഹ് ജാത്താത, അവൻ്റെ കൂടെ ആ പട്ടിയും എവിടെ പോയാലും പോകുമായിരുന്നു. വഹ് നിത്യ സമുദ്ര തട്ട് പർ സൈർ കർണേ ജാത്താ ഥാ. അയാൾ സ്ഥിരമായി ബീച്ചിൽ നടക്കാൻ പോകുമായിരുന്നു. വഹാം കിസി കി കൊയ് ഭി ചീസ് ഹോ തോ ഉസെ ഉഡാ ലാത്ത ഥാ. അവിടെ കിട്ടുന്ന എന്ത് സാധനവും എടുക്കുമായിരുന്നു. ഈസ് തര കൈ സാൽ ബീത് ഗയെ, ഇങ്ങനെ വർഷങ്ങൾ പലതും കടന്നു പോയെങ്കിലും പർ ഉസ്കി ചോരി കർണയ്ക്ക് ആദത്ത് നഹീൻ ചൂട്ടി. വർഷങ്ങൾ പലതും കടന്നു പോയെങ്കിലും അവൻ്റെ മോഷണശീല അവൻ മാറ്റിയില്ല. ധീരെ ധീരെ കൈ വർഷ ബീത് ഗയി, പതിയെ പതിയെ എല്ലാ വർഷങ്ങളും കുറേ വർഷങ്ങൾ കടന്നുപോയി. ബീത് ഗയി. ഉസ്ക വിവാഹ് ഹോ ഗയ, അവൻ്റെ കല്യാണം കഴിഞ്ഞു, വിവാഹിതനായി. അപ്പോൾ ഉസ്കെ ഏക്ക് 5 സാൽ കി ലഡ്കി തി. ഇപ്പോൾ അവനൊരു 5 വയസ്സുള്ള മകളുണ്ട്. ജിസേ വഹ് ബഹുത്ത് പ്യാർ കർത്താത, അവനെ വളരെയധികം ഇഷ്ടമായിരുന്നു, വളരെയധികം സ്നേഹിക്കുന്നു. ഉസ്കാ നാം പത്മാത, അവളുടെ പേരാകുന്നു പത്മ ഏക് ബുദ്ധിമാൻ ലഡ്കി തി. അവൾ നല്ലൊരു ബുദ്ധിമതിയായ കുട്ടിയായിരുന്നു. ഇതാണ് പത്മ. ദെൻ ഏക് ദിൻ, ഒരു ദിവസം വിദ്യാധർ അപ്പനെ മിത്രക്കെ ബഹിൻ ജേസെ ആം തോട്ട്നെ ഗേ. ഒരു ദിവസം വിദ്യാധർ അവൻ്റെ കൂട്ടുകാരൻ്റെ പൂന്തോട്ടത്തിൽ പോയി മാങ്ങ മരത്തിൽ നിന്ന് അടക്കാൻ പോയി. ഇസ് ബാർ വഹ് പത്മ കോപ്പി സാത്ത് ലേ ഗയ. ആ സമയം അവൻ പത്മയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു, യദി ബച്ചി സാത്ത് ഹോഗി തോ കിസിക്കോ സന്ദേഹ ഭി നഹി ഹോഗ. എന്താണ് വിദ്യാർത്ഥി വിചാരിച്ചത്? കുട്ടിയെയും കൂടെ ഇത്തവണ പത്മയും കൂടെ കൊണ്ടുപോയി. കുട്ടി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരും ഒന്നും സംശയിക്കില്ല, മോഷ്ടിക്കുന്നൊന്നും സംശയിക്കില്ല എന്ന് പറഞ്ഞു. രാത് കാ വക്ത സമയം രാത്രിയായി. കാഫി ഖന അന്ധകാർത്ത, കൂരിരുട്ടായി. വിദ്യാധറിനെ പത്മാക്കോ ഏക് ഊഞ്ചെ പത്ഥർ പർ ബിഠാ ദിയ ഔർ സമച്ചായ. വിദ്യാധരൻ കുട്ടിയെ ഒരു കൊച്ചു പാറയുടെ മുകളിൽ പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, മനസ്സിലാക്കി കൊടുത്തു. ബേട്ടി യദി കൊയ് ആഥാ ദിഖായി തോ ദേത്തോ മുച്ചേ ആവാസ് ലഗാന. മകളെ, ഇവിടെ ഇരുന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നെ ശബ്ദം കേൾപ്പിച്ച് മനസ്സിലാക്കിപ്പിക്കുക, ശ്രദ്ധിപ്പിക്കുക എന്ന് ആരേൽപ്പിച്ചു? മകളെ വിദ്യാധർ ഏൽപ്പിച്ചു. ബച്ചി പത്ഥർ പർ ബൈഠ് ഗയി. ബച്ചി പാറയുടെ മുകളിൽ ഇരുന്നു. തോടി ദേർ മേ ഉസ്നെ പൂച്ച പത്മ കൊയ് ദേഖ്തോ നഹീ രഹ. പത്മ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വിദ്യാധർ ചോദിച്ചു, പത്മ കൊയ് ദേഖ്തോ നഹീ രഹ, മകളെ ആരും കണ്ടില്ലല്ലോ. പത്മാനെ ഉത്തർ ദിയ. പത്മ ഉത്തരം പറഞ്ഞു, ഹാം പിതാജി വഹ് ദേഖ് രഹാ ഹേ. അതേ അച്ഛ, അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൻ ആരാ? പിതാനെ പൂച്ച, അച്ഛൻ ചോദിച്ചു. വഹ് പരമാത്മ, അത് ദൈവമാണ്. പത്മാനെ കഹ, പത്മ പറഞ്ഞു, അത് ദൈവമാണ്. വിദ്യാധർക്കെ ഹാത്ത് രുഖ് ഗയെ. വിദ്യാധരൻ്റെ കൈകൾ സ്തംഭിച്ചുപോയി, അനങ്ങാതെ കൈകളായിപ്പോയി. വഹ്
ആവാക് രഹ് ഗയ, അവൻ സ്തംഭിച്ചു പോയി കേട്ടോ. അവൻ്റെ കൈകൾ അനങ്ങാതെ നിന്നു. ദെൻ വിദ്യാധർ എന്ത് സ്തംഭിച്ചു പോയി. ഉസ്സെ ലഗാക്കി സച്ച്മുച്ച് ഉസേ പരമാത്മാ ദേഖ് രഹാ ഹേ. ഉസ്സെ ലഗാക്കി അവന് മനസ്സിലായി. എന്താണ് മനസ്സിലായത്? വിദ്യാധരൻ്റെ കൈകൾ നിശ്ചലമായി. അവൻ സ്തംഭിച്ചു പോയി. ദൈവം തന്നെ ശരിക്കും നിരീക്ഷിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. ദേഖ് രഹാ ഹേ ഉസേ ആത്മഗലാനി ഹോനെ ലഗി. അവന് വളരെയധികം എന്താണ് ആത്മബോധം തോന്നി. ആത്മഗലാനി മീൻസ് ആത്മബോധം. വഹ ദൗഡ്താ ഹുവ അപ്പനി പുത്രി കെ പാസ് ആ ഗയ. അവൻ ഓടി അവൻ്റെ മകളുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഉസ്നെ ഉസെ ഉടാക്കർ ഗലെ ലഗാ ലിയ और तेज से ഖദമോं से अपने घर की ओर बढ़ने लगा. എന്താണ്? അവൻ മകളുടെ അടുത്തേക്ക് ഓടിപ്പോയി. അവളെ അടുത്തേക്ക് കെ പാസ് ആകയ ഓടിപ്പോയി. ഉസ്നെ ഉസെ ഉടാക്കർ ഗലെ ലഗാ ലിയ और तेज ഖദമോं से अपने घर की ओर बढ़ने लगा. അവളെ കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്തു? ആശ്ലേഷണം ചെയ്ത് എന്ത് ചെയ്തു? അവൾ വേഗത്തിൽ തൻ്റെ വീട്ടിലേക്ക് നീങ്ങി തുടങ്ങി. വീട്ടിലേക്ക് പോയി. അബ് ബാർ ബാർ ഉസ്കെ മൂഹ് സേ യഹി വാക്യ നികൽ രഹേ ഥേ. അങ്ങനെ പോയതിന് ശേഷം അവൻ്റെ മനസ്സിൽ ഇത് തന്നെ ചിന്ത വന്നു. മോളുടെ വാക്കുകൾ, മകൾ പറഞ്ഞ വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. തുമ്നെ മുझे സത്യ കാ പഥ ദിഖലായാ ഹേ. മകളെ, നീ എനിക്ക് സത്യത്തിൻ്റെ പാത കാണിച്ചു തന്നു. തും ജറൂർ പിछले ജന്മമേയും കൊയ് മഹാത്മാ ഹോഗി. എന്താണ്? നിങ്ങളുടെ മുൻ ജന്മത്തിൽ എന്താണ്? നിൻ്റെ മുൻ ജന്മത്തിൽ നിങ്ങൾ ഏതെങ്കിലും മഹാത്മാവായിരിക്കണം. ഉസ്നെ മൻമേ നിശ്ചയ കർ ലിയാ കി മേയും അബ കഫി ചോരി നഹീം കരൂങ്ക. അപ്പോൾ തന്നെ വിദ്യാധർ തൻ്റെ മനസ്സിൽ ഒരു ദൃഢമായ ഒരു നിശ്ചയമെടുത്തു. താനിനി ഒരിക്കലും മോഷ്ടിക്കില്ലെന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചു. അല്ലേ? നല്ലൊരു മോറലാണ് അല്ലേ കിട്ടിയിരിക്കുന്നത്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഈശ്വരൻ സാക്ഷിയാണ്. എല്ലാത്തിനും ഈശ്വരൻ സാക്ഷിയാണ്. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നമുക്കിനി ടെക്സ്റ്റ് ആക്ടിവിറ്റീസ്. ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്. ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ റൈറ്റ്. ലെസൺ 16 സത്യകപത്. ഈ ലെസൺ കൂടെ നോട്ട്സും കൂടെ ഉള്ളൂ കേട്ടോ. ഓക്കെ, റൈറ്റ് ദ മീനിങ്സ്. നിത്യ ഡെയിലി, ആവാക് സ്പീച്ച്ലെസ്, സന്ദേഹ് ഡൗട്ട്, പദ് വേ, ആദത്ത് ക്യാരക്ടർ, വക്ത് ടൈം. ആൻസർ ദ ഫോളോയിങ്. विद्याधर को कौन सी बुरी आदत थी? विद्याधर को चोरी करने की आदत. വിദ്യാധർ കോ ചോരി കർണ മീൻസ് മോഷ്ടിക്കുക. മോഷ്ടിക്കാനുള്ള ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. മോഷ്ടിക്കുകയാണ് അയാളുടെ ശീലമായിരുന്നത്. ദെൻ പത്മ കോൻ തി. പത്മ വിദ്യാധർ കി ബേട്ടി തി. പത്മ വിദ്യാധരൻ്റെ മകളാകുന്നു. വിദ്യാധരനെ മൻമേം ക്യാ നിശ്ചയ കിയ. വിദ്യാധരനെ മൻമേം നിശ്ചയ കർ ലിയ കി മെയിം അബ കഭി ചോരി നഹീം കരൂങ്ക. വൺസ് മോർ ടു റീഡിങ്. വിദ്യാധരനെ മൻമേ നിശ്ചയ കർ ലിയ കി. വിദ്യാധരൻ മനസ്സിൽ ദൃഢനിശ്ചയമെടുത്തത് എന്തെന്നാൽ മെയിം അബ് ഞാൻ ഇനി മുതൽ ഒരിക്കലും മോഷണം നടത്തുകയില്ല. മെയിം അബ് കഭി ചോരി നഹീം കരൂങ്ക. ഓക്കെ, നമുക്കിനി ടെക്സ്റ്റിൽ കുറച്ച് ആക്ടിവിറ്റീസ് വായിക്കാം. ഇത്രയും നോട്ട്സ് നീറ്റായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് നോട്ട്ബുക്കിൽ എഴുതണം. എഴുതി വാട്സപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിൽ കുറച്ച് ആക്ടിവിറ്റീസ് നോക്കാം. सही उत्तर चुनकर निशान लगाइए. വിദ്യാധർ മിത്രക്കെ ബഹിഞ്ചമേ ക്യാ ഗയ ക്യോം ഗയ. എന്തിനാണ് വിദ്യാധരൻ കൂട്ടുകാരൻ്റെ പൂന്തോട്ടത്തിൽ പോയത്? എന്തിനാണ്? ആം തോട്ട്നെ മാങ്ങ പറിക്കാനാണ് പോയത്. കറക്റ്റ് ആൻസർ ഈസ് ഹിയർ. ദെൻ ടിക്ക് ഇവിടെ ഇടുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബേട്ടി കാ വാക്യ സുൻകർ വിദ്യാധരനെ ഗലാനി ക്യോം ഹോനെ ലഗി. എന്തിനാണ് സ്വയം ആത്മബോധം വന്നത്? വിദ്യാധരന് മകളുടെ എന്ത് കാര്യം കേട്ടിട്ടാണ്? മകൾ പറഞ്ഞത് എന്താണ് പറഞ്ഞത് കേട്ടിട്ടാണ്? ക്യോം കി ചോട്ടി ബച്ചീനെ ഉസേ സഹി ഗലത് കി ബാത് ബതായി തി. എന്താണ്? തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്തു അല്ലേ? കുഞ്ഞുമകൾ അയാളുടെ തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്തു. ദെൻ സഹി ശബ്ദ ചുൻകർ വാക്യ പൂരെ കീജിയെ. ഇവിടെ ബോക്സിൽ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. ഫില്ലപ്പ് കറക്റ്റ് ആൻസർ എടുത്ത് ഫില്ലപ്പ് ചെയ്യേണ്ടത്. വിദ്യാധർ മദ്രാസ് കെ പോർട്ട്സ്റ്റ് മേ
पोस्ट में काम करता है. Then विद्याधर को डैश से ही चोरी करने की आदत थी. बचपन में ही चोरी करने की आदत थी. കുട്ടിക്കാലത്തെയുള്ള ജോലിയായിരുന്നു മോഷണം. പത്മ ഏക്ക് ഡാഷ് ലഡ്കി थी. ബുദ്ധിമാൻ ലഡ്കി थी അല്ലേ. വിദ്യാധറിനെ പത്മക്കോ ഏക്ക് ഊഞ്ചെ പത്ഥർ പർ बैठ दिया. അവിടെ വരേണ്ടത് പത്ഥർ, പാറ, പൊക്കമുള്ള പാറയിൽ എത്തി. വിദ്യാധർക്ക് ഡാഷ് രുക്ക് ഗയേ. എന്താണ് സ്തംഭിച്ചത് ആദ്യം? ഹാത്ത്, കൈ. ദെൻ വിലോമ ശബ്ദ നിത്യ, അനിത്യ, പ്യാർ, ഘൃണ, ഊഞ്ചെ, നീച്ചെ, സത്യ, അസത്യ, മിത്ര, ശത്രു, നിശ്ചയ്, അനിശ്ചയ്. നിശ്ചയ്, അനിശ്ചയ്. ദെൻ പര്യായവാചി, പര്യായ പദം എന്നെഴുതുന്ന പോലെയുള്ളതാണ്. പദ, മാർഗ, രാസ്ത. ബഹീജ, ഉപവൻ, പഠിക. പരമാത്മ, പ്രഭു, ഭഗവാൻ. ഘർ, ഗ്രഹ, സദൻ. ഓക്കെ ചിൽഡ്രൻ, അത്രയും വർക്കും ഈ നോട്ട്സും കൂടെ ഉള്ളൂ. കംപ്ലീറ്റ് ചെയ്യുക. പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവുക എല്ലാവരും. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ആർ യു ഹാപ്പി ടുഡേ? എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു അല്ലേ? പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കാൻ പോകുന്നതെന്ന് ടീച്ചർ പറയാം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, all of you open your text and take page number 150. Today we are going to study GK and we are going to revise the 2 lessons, that is first lesson book stall and the second lesson put on your thinking cap. അപ്പോൾ ഫസ്റ്റ് ലെസണിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ എന്താ നമുക്ക് ഈ ലെസണിൽ തന്നിട്ടുള്ളത്? The names of some popular books are given in this lesson. Pictures of their authors are also given. അപ്പോൾ നമുക്കിവിടെ ക്ലൂസ് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താ ക്ലൂസ് ആയിട്ട് തന്നിട്ടുള്ളത്? The names of authors are given as clues അല്ലേ. From these clues we have to find the correct answer. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് റീഡ് ചെയ്യാം. അപ്പോൾ പോപ്പുലർ ബുക്സ് ഏതൊക്കെയാണ്? ഒലിവർ ട്വിസ്റ്റ്, A Christmas Carol, David Copperfield. So these are the famous books of Charles Dickens. അപ്പോൾ ഇദ്ദേഹം ആരാണ്? ചാൾസ് ഡിക്കൻസ്. The next is ഗീതാഞ്ജലി, ഗോര, ഖരേബേവ്. These are the popular books of Rabindranath Tagore. Then Sense and Sensibility, Pride and Prejudice, Mansfield Park. Whose books are these? These are the books of Jane Austen. This is Jane Austen. The next is War and Peace, Anna Karenina, The Death of Ivan Illich. These are the popular books of Leo Tolstoy. The next is The Famous Five, The Secret Seven, No D. Whose popular books are these? These are the popular books of Enid Blyton. Then the BFG, Matilda, James and the Giant Peach. These are the famous books of Roald Dahl. Okay, എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. ടെക്സ്റ്റിൽ ഫില്ല് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ എല്ലാ പേരും ഫില്ല് ചെയ്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു റിവൈസ് ദ ലെസൺ 2, ദാറ്റ് ഈസ് പുട്ട് ഓൺ യുവർ തിങ്കിങ് ക്യാപ്പ്. അപ്പോൾ നമുക്ക് എന്താ ഈ ലെസണിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അപ്പോൾ നിങ്ങളുടെ തിങ്കിങ് വെച്ചിട്ട്, നിങ്ങളുടെ ചിന്താശക്തി വെച്ചിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതവിടെ നോക്കിക്കോളൂ. കൗണ്ട് ദ നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. അപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിലെന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഫിഗറിലുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്രയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് എഴുതിയത്? എത്രയാണ്? there are 16 സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ ദ ഫിഗർ. ഇതിൽ 16 സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സർക്കിൾ ദ ഓഡ് വൺ ഔട്ട് ഇൻ ഈച്ച് റോ. ഇപ്പോൾ ഓരോ റോയും നമ്മൾ റീഡ് ചെയ്തിട്ട് ഇതിൽ ഓഡ് വൺ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഗിത്താർ, പിയാനോ, ഹാർമോണിയം, സ്ക്രൂ അല്ലേ. ഇപ്പോൾ ഇതിൽ 3 എണ്ണം ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്. അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ വരാത്തത് ഏതാണ്? ഫസ്റ്റ് വണ്ണിലെ സ്ക്രൂ അല്ലേ. അപ്പോൾ ബാക്കി ഇതൊക്കെ ഏതാണ്? ഇതെല്ലാം
ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അല്ലേ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. നമ്പർ 2 ടെമ്പിൾ, ബോട്ട്, മോസ്ക്, ചർച്ച്. അപ്പോൾ ഇതിലേതാ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്? ബോട്ട്. അപ്പോൾ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ബോട്ടാണ്. ടെമ്പിൾ, മോസ്ക് ആൻഡ് ചർച്ച് ഇതൊക്കെ എന്താണ്? ദീസ് ആർ പ്ലേസസ് ഓഫ് വർഷിപ്പ്. എന്താ തേർഡ് വൺ ഗ്രീൻ, കോൺ, ക്യൂബ്, സർക്കിൾ. ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഗ്രീൻ അല്ലേ. അപ്പോൾ ഇത് മൂന്നും എന്താണ്? ദീസ് ആർ ഷേപ്സ്. എന്താ ഫോർത്ത് വൺ സ്പാരോ, ഹെൻ, മങ്കി, ക്രോ. ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് മങ്കി ആണല്ലേ. അപ്പോൾ ബാക്കി മൂന്നും എന്താണ്? ദീസ് ആർ ബേർഡ്സ്. മങ്കി അനിമലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെയിം ദ ഗ്രൂപ്പാണ്. നമ്പർ 1 പൈനാപ്പിൾ, വാട്ടർമെലൺ, ഗ്രേപ്സ്. എന്താണ്? ദീസ് 3 ആർ ഫ്രൂട്ട്സ്. Then cauliflower, brinjal, carrot. These are vegetables. Thursday, Friday, Sunday. These are days of the week. Then rose, lotus, lily. These are flowers. Then next one is complete the series ആണ് 11, 21, 31, 41. അപ്പോൾ ഇവിടെ 10 വീതമാണ് നമുക്കിവിടെ ആഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ 41ൻ്റെ കൂടെ 10 പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 51. ദെൻ 51ൻ്റെ കൂടെ 10 പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 61. നമ്പർ 2 5, 10, 15, 20. അപ്പോൾ ഇവിടെ എത്ര വീതം കൂടി വരുന്നത്? 5 ആണ് അല്ലേ. അപ്പോൾ 5 വെച്ച് ആഡ് ചെയ്ത് പോവുക. അപ്പോൾ 20 + 5 25. ഇത് 25 + 5 30. നെക്സ്റ്റ് എന്ന് പറയുന്നത് A, C, D, F, G, I, J, L. ഇപ്പോൾ നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? M. നെക്സ്റ്റ് N ഇല്ല, പിന്നെ O എഴുതേണ്ട. ദെൻ P, നെക്സ്റ്റ് Q വേണ്ട, ദെൻ R. ദെൻ കംപ്ലീറ്റ് ദ കമ്പാരിസൺസ് ആണ്. ഹോഴ്സ് ഈസ് ടു നൈ ആസ് ഗോട്ട് ഈസ് ടു ഡാഷ്. അപ്പോൾ ഹോഴ്സിൻ്റെ സൗണ്ടാണ് നെയ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോട്ടിൻ്റെ സൗണ്ടിന് എന്താ നമ്മൾ പറയുന്നത്? ബ്ലീറ്റ്. Then the second one dash is to shoes as carpenter is to furniture. അപ്പോൾ കാർപ്പൻ്റർ എന്ന് പറയുന്നത് ആരാണ്? ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് കാർപ്പൻ്റർ അല്ലേ. അപ്പോൾ ഷൂസൊക്കെ റിപ്പയർ ചെയ്യുകയും അത് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? കോബ്ലർ. Then the third one dash is to fin as bird is to wing. അപ്പോൾ ബേർഡ്സിന് എന്താ ഉള്ളത്? വിങ്സ് ആണല്ലേ. അപ്പോൾ അതുപോലെ ഫിഷിന് എന്താ ഉള്ളത്? ഫിൻ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ടെക്സ്റ്റിൽ ഫില്ല് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യുക? ഫില്ല് ചെയ്ത് ഇതൊക്കെ എഴുതുക. എല്ലാവരും ഇതെല്ലാം എന്ത് ചെയ്യുക? നന്നായിട്ട് എക്സാമിന് ടീച്ചർ ഒന്ന് റിവൈസ് ചെയ്ത് 2 ചാപ്റ്റേഴ്സും ആദ്യം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ ചിൽഡ്രൻ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവരും ഹാപ്പി ആണോ? ഓക്കെ, ഹാപ്പി ആയിരിക്കുന്നല്ലോ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ, അപ്പോൾ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, പ്ലീസ് ടേക്ക് യുവർ മലയാളം ടെക്സ്റ്റ്. റിവൈസ് ചെയ്യേണ്ടുന്ന ലെസൺ പാഠം 14 കാശ്മീർ എന്ന് പറയുന്ന ലെസണാണ് നമുക്കിന്ന് റിവൈസ് ചെയ്യേണ്ടത്. എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. പ്ലീസ് ഓൾ ടേക്ക് യുവർ ടെക്സ്റ്റ്. ലുക്ക് പേജ് നമ്പർ 49. പേജ് നമ്പർ 49. ഇന്ത്യയുടെ വടക്കേ അറ്റത്താണ് കാശ്മീർ എന്ന സുന്ദരഭൂമി. 5000-ലേറെ വർഷത്തെ ചരിത്രം ഈ പ്രദേശത്തിനുണ്ട്. പണ്ഡിതന്മാരുടെയും എഴുത്തുകാരുടെയും സംഗീതജ്ഞരുടെയും ജന്മഭൂമിയാണ് കാശ്മീർ. നയനമനോഹരമായ പർവ്വതങ്ങളും തെളിനീരുറവകളും ഉദ്യാനങ്ങളും കൊണ്ട് സുന്ദരമാണ് കാശ്മീർ. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് കാശ്മീർ എന്ന് മഹാകവി കാളിദാസൻ വർണ്ണിക്കുന്നു. ടുലിപ്പ് പൂക്കളും കുങ്കുമപ്പൂക്കളും കടുക് പാടങ്ങളും പോപ്ലാർ മരങ്ങളും എല്ലാം നിറഞ്ഞ മനോഹരമായ പ്രദേശമാണ് കാശ്മീർ. പൂക്കളുടെ താഴ്വര എന്നർത്ഥം വരുന്ന ഗുൽമാർഗ് പേർ പഞ്ചാൽ പർവ്വത നിരകൾക്ക് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗൗരി മാർഗ് എന്നാണ് പൗരാണിക നാമം. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പേരിൽ രാജ്യമെങ്ങും അറിയപ്പെടുന്ന സ്ഥലമാണിത്. ഇന്ത്യയിലെ ഒരു പ്രധാന ഒഴിവുകാല വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടേക്ക് വർഷം മുഴുവനും സഞ്ചാരികൾ എത്തിച്ചേരുന്നു. വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ കാലം മാർച്ച് മുതൽ ഒക്ടോബർ വരെയാണ്. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത്
ഈ പ്രദേശം മഞ്ഞ് മൂടിക്കിടക്കും. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട സ്ഥലങ്ങൾ സോനാമാർഗ്, ദ്രോസ്, ഗുൽമാർഗ് നാഷണൽ പാർക്ക്, ലഡാക്ക് തുടങ്ങിയവയാണ്. ഡാൽ തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്ര ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. കാശ്മീർ എന്ന സ്വർഗ ഭൂമിയുടെ വെള്ളി അരഞ്ഞാണമാണ് ലിദർ എന്ന നദി. മിനുസമാർന്ന ഉരുളൻ പാറകളിലൂടെ കിലുകിലെ ചിരിച്ചൊഴുകുന്നു ലിദർ നദി. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് എന്നിവയാണ് അതിർത്തിയിലുള്ള മറ്റു സംസ്ഥാനങ്ങൾ. ഓക്കെ, എല്ലാവരും വായിക്കണം, നല്ലതുപോലെ പാഠഭാഗം വായിക്കണം. ദെൻ നമുക്ക് ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ടീച്ചർ വായിച്ച് പറഞ്ഞു തരാം. എല്ലാവരും ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് യുവർ നോട്ട്ബുക്ക്. ഓക്കെ, ഓൾ ഓഫ് ഇറ്റ് ലുക്ക്. പ്ലീസ് ലിസൺ ടു ലുക്ക്. അർത്ഥം എഴുതുക. താഴ്വര കുന്നിൻ്റെ താഴെയുള്ള പ്രദേശം. മലയോരം മലയുടെ ഓരത്ത്. നയനം കണ്ണ്. മോഹനം മനോഹരം. പൗരാണികം പുരാണത്തെ സംബന്ധിച്ച. പണ്ഡിതൻ പാണ്ഡിത്യം ഉള്ളവൻ. സരസ് തടാകം.